നിന്നിലലിയാൻ ഞാൻ. ഭാഗം 43. ജെൻസിയെയും പാർവതിയെയും കൊണ്ട് അരുൺ ചെല്ലുമ്പോൾ എല്ലാവരും അവരെ തിരഞ്ഞ് നടക്കുകയാണ്. കിട്ടിയോ ഇവരെ രണ്ടുപേരെയും? എവിടെന്നാ കിട്ടിയത് ഇവരെ? നീതു ചോദിച്ചു. അത് പുറത്ത് ആരോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ആരാ എന്ന് എനിക്ക് മനസ്സിലായില്ല, അരുൺ പറഞ്ഞു. അത് നിനക്ക് മനസ്സിലായില്ലേ? മുംബൈയിലെ ഒരു ഫാഷൻ ഡിസൈനറാണ്. സൂപ്പറാണ് പുള്ളിയുടെ ഐഡിയാസ് എല്ലാം. അതെല്ലാം കേട്ട് നിന്നതാ. പിന്നെ പുള്ളിയെ ഒന്ന് വളയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്ക് ഇവൻ വന്ന് കോളോ ആക്കി. അരുണിനെ നോക്കി ജെൻസി പറഞ്ഞു. അരുൺ ജെൻസിയെ നോക്കി കണ്ണും തള്ളി നിൽക്കുകയാണ്. ഇവൾ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ കള്ളം പറയുന്നത് എങ്ങനെയാണ്? അരുൺ പാർവതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും പാർവതി ഒന്ന് ചിരിച്ചു. നീ ചിരിക്കണ്ട, നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാ ഞങ്ങളുടെ കൊച്ച് ഇങ്ങനെ കിടന്ന് നുണ പറയുന്നത്, അരുൺ പാർവതിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ പാർവതിക്ക് ചെറിയ സങ്കടമായി. എൻ്റെ പാറു, ഞാനൊരു തമാശ പറഞ്ഞതാ, അതിന് കണ്ണു നിറയ്ക്കാൻ നിൽക്കണ്ട, അരുൺ അവളുടെ ചെവിയിലായി ഒന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പോയാലോ? ഇനി ഡിസൈൻസ് എല്ലാം വരയ്ക്കുക, വേഗം വേണം, സമയം കളയാനില്ല. ഇനി 2 ആഴ്ച കൂടി കഴിയുമ്പോൾ 2ാമത്തെ സെക്ഷൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ വർക്കുകളെല്ലാം തുടങ്ങണം, നീതു പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു. അവളുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും നടന്നു. എന്നാൽ കാശിയുടെ മനസ്സ് മുഴുവനും അപ്പോഴും അസ്വസ്ഥമായിരുന്നു. മറ്റൊന്നുമല്ല, അവൻ്റെ ഇഷ്ടം പാർവതിയോട് പറയാൻ ഇതുവരെ സാധിച്ചില്ല. അവനാണെങ്കിൽ അടുത്ത ദിവസം തിരിച്ചു പോവുകയും വേണം. അവൻ പോകുന്നതിന് മുമ്പ് തന്നെ പാർവതിയോട് തൻ്റെ ഇഷ്ടം പറയാൻ അവൻ തീരുമാനിച്ചു. അവരെല്ലാവരും അപ്പാർട്ട്മെൻറ്റിലെത്തി. ഒന്ന് ഫ്രഷായതിനു ശേഷം അവരവരുടെ ഡിസൈനുമായി ഡിസ്കഷനും കാര്യങ്ങളുമായി ഇരുന്നു. സന്ധ്യ നേരമായപ്പോൾ പാർവതി കുളിച്ച് പുറത്തേക്ക് വന്നു. അവളെ കണ്ട് എല്ലാവരും കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. പുളിയിലക്കര കസവുമുണ്ടും നേരിയതുമാണ് ഉടുത്തിരിക്കുന്നത്. നീ ഇത് അന്ന് വാങ്ങിയതല്ലേ? നീതു ചോദിച്ചു. അതെ, അന്ന് നമ്മൾ കേരള ട്രഡീഷണൽ ഡ്രസ്സുകൾ അന്വേഷിച്ച് നടന്നില്ലേ, അന്ന് വാങ്ങിയതാണ്. എനിക്കെന്തോ വലിയ ഇഷ്ടമായി. ഒരു 5-6 ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഉടുത്തിട്ടും ഭയങ്കര ഇഷ്ടമായി, പാർവതി പറഞ്ഞു. ശരിയാണ്, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഒരു മലയാളി മങ്കയായിട്ടുണ്ട് ഞങ്ങളുടെ പാറു. അല്ല, നീ ഇപ്പോൾ എവിടെ പോവുകയാ? കുറേ ദിവസമായില്ലേ അമ്പലത്തിലൊന്ന് പോയിട്ട്. ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ചു, പാർവതി പറഞ്ഞു. അരുണും ജെൻസിയും പരസ്പരം നോക്കി. എവിടെ? താഴെയാണോ നീ പോകുന്നത്? അതേടാ, താഴെയാണ്. എന്നാ ഞങ്ങളും കൂടി വരാം എന്ന് പറഞ്ഞ് അരുണും ജെൻസിയും അവളുടെ ഒപ്പം എഴുന്നേറ്റു. നിങ്ങൾ കുളിച്ചിട്ടൊന്നുമില്ലല്ലോ? രാജേഷ് ചോദിച്ചു. അമ്പലത്തിലേക്ക് കയറുന്നില്ല, ഒന്ന് ചുമ്മാ. ഇവൾ അമ്പലത്തിൽ കയറുമ്പോൾ അവിടെയൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നീതുവും അവളുടെ പുറകെ തന്നെ ഇറങ്ങി. അപ്പോൾ പിന്നെ ഞാനെന്തിനാ ഇരിക്കുന്നേ, ഞാനും വരുന്നു എന്ന് പറഞ്ഞ് രാജേഷും രമേശും അവരുടെ ഒപ്പം കൂടി. കാശിയേട്ടൻ ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ? ഇല്ല, രാത്രിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്, അരുൺ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി താഴെ ചെന്നു. പാർവതി അമ്പലത്തിലേക്ക് കയറി പ്രാർത്ഥിച്ച് ഇറങ്ങി. കുറച്ചുനേരം അവർ അവിടെയുള്ള ഗാർഡനിൽ നടക്കുകയും കുറച്ചുനേരം സ്റ്റോൺ ബെഞ്ചിൽ വന്നിരുന്ന് സംസാരിക്കുകയും ചെയ്തു. രാത്രിയോടടുത്തപ്പോൾ അവിടെ മുഴുവനും പ്രകാശപൂരിതമായ ലൈറ്റുകളാൽ തെളിഞ്ഞു. എന്നാ പോയാലോ എന്ന് പറഞ്ഞ് അവർ എല്ലാവരും കൂടി നടക്കുമ്പോഴാണ് ഇന്ദ്രൻ്റെ ലക്ഷറി കാർ എൻട്രൻസിൽ വന്നു നിന്നത്. കാറിൽ നിന്നും ഇന്ദ്രൻ ഇറങ്ങിയതും പാർവതിയെ നോക്കി. ഇന്ദ്രൻ പാർവതിയെ അടിമുടി നോക്കി. ആ വേഷത്തിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്ദ്രൻ്റെ നോട്ടം കണ്ട് അരുണും ജെൻസിയും പരസ്പരം നോക്കി ചിരിച്ചു. ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് ഇന്ദ്രൻ കാറിൽ നിന്നും ഇറങ്ങിയത്. അവരെ നോക്കി ചിരിച്ചു. അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അഖിലും ഇറങ്ങിയത്. എല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങിയതാണോ? അഖിൽ ചോദിച്ചു. ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്, പക്ഷേ പാറു അമ്പലത്തിലേക്ക് പോയതാണ്. അത് പിന്നെ ഈ വേഷം കണ്ടാൽ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ജെൻസി പാർവതിയുടെ അടുത്തേക്ക് ചെന്നു. നിനക്കൊക്കെ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് പള്ളിയിലേക്ക് പോയിക്കൂടെ? അഖിൽ ജെൻസിയോട് ചോദിച്ചു. അയ്യോ ചേട്ടാ, ഞാൻ പള്ളിപ്പോക്ക് നിർത്തി. ഞാനിപ്പോൾ അമ്പലത്തിലേക്കാണ് പോകുന്നത്, ജെൻസി നാണം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു. പള്ളിയിലിരിക്കുന്ന കർത്താവിന് സമാധാനം കൊടുക്കാത്ത നീ എന്തിനാടി അമ്പലത്തിലേക്ക് പോകുന്നത്? ഇനി അവിടെ ഇരിക്കുന്ന ഭഗവാനെ കൂടി ഓടിക്കാനാണോ? അഖിൽ ചോദിച്ചു. ഓ, അതുകൊണ്ടായിരിക്കുമല്ലേ
ചേട്ടൻ അമ്പലത്തിലേക്ക് പോകാത്തത്? അപ്പോൾ തന്നെ അതിനുള്ള മറുപടിയും അവൾ കൊടുത്തു. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു എന്ന് അഖിൽ മനസ്സിൽ ചിന്തിച്ചു. അവൻ എല്ലാവരെയും നോക്കി. എന്നാൽ പിന്നെ പോകാല്ലേ, കിട്ടേണ്ടത് കിട്ടിയില്ലേ? അരുൺ ചോദിച്ചു. ചോദിച്ചു മേടിച്ചു, തൃപ്തിയായി, അഖിൽ പറഞ്ഞു. അതും പറഞ്ഞ് പാർവതിയെ ഒന്നുകൂടി നോക്കി. ഇന്ദ്രനും അഖിലിൻ്റെ പുറകെ പോയി. അവരുടെ പുറകെ തന്നെ ഇവരും പോയി. എല്ലാവരും കൂടി ഒരുമിച്ചാണ് ലിഫ്റ്റിലേക്ക് കയറിയത്. 16ാമത്തെ അപ്പാർട്ട്മെൻറ്റ് എത്തിയപ്പോൾ അവരെല്ലാവരും ഇറങ്ങി. എന്നാൽ അവിടെ ഇറങ്ങാൻ പറ്റാതെ ഇന്ദ്രൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസമായിട്ട് ഇന്ദ്രൻ അവിടെയുള്ളവരെയൊന്നും കാണാറില്ലായിരുന്നു. അവൻ്റെ തിരക്കും അവൻ വരാതിരിക്കുന്നതും പതിവായതുകൊണ്ട് തന്നെ അവിടെ ആർക്കും അതൊരു വലിയ സംഭവമായി തോന്നിയില്ല. ഇന്ദ്രൻ വീട്ടിൽ ചെന്ന് പാർവതിയുടെ ഫോണിലേക്ക് വിളിച്ചു. പാറു, വേഗം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വാ, ഞാനിപ്പോൾ അങ്ങോട്ട് വരും, ഇന്ദ്രൻ പറഞ്ഞു. ഇന്ദ്രേട്ടാ, ഞാൻ കോഫി ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഡിന്നറും കുറച്ച് മുമ്പ് വന്ന് ഞാൻ ഉണ്ടാക്കി. അതിനുശേഷമാണ് ഞാൻ കുളിച്ച് അമ്പലത്തിലേക്ക് വന്നത്. ഇന്ദ്രേട്ടൻ ഒരു കാര്യം ചെയ്യ്, വന്ന് ഒന്ന് ഫ്രഷായി കോഫി കുടിക്കുമ്പോഴേക്കും ഞാൻ എത്തിക്കൊള്ളാം, പാർവതി പറഞ്ഞു. ശരി പാറു, എന്നാൽ അങ്ങനെയാവട്ടെ, അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. വന്ന ഉടനെ തന്നെ ഇന്ദ്രൻ പോകുന്നത് കണ്ട് അവൻ്റെ അമ്മ ചോദിച്ചു. ഇന്ദ്ര, നീ പോവുകയാണോ? ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ? അത് മമ്മ, ഞാനൊരു സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഒരു 3-4 മാസം ഞാൻ തിരക്കായിരിക്കും. എനിക്ക് എപ്പോഴും വരാൻ പറ്റിയെന്ന് വരില്ല, അവൻ പറഞ്ഞു. അവൻ അവിടെ നിന്നും ഇറങ്ങി. ഇന്ദ്രൻ്റെ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്നതാണ് അവൻ്റെ അനിയത്തിമാരും അനിയന്മാരും. ഏട്ടൻ പോയോ? ആ പോയി, അവനെന്തോ ആവശ്യമായിട്ട് എടുക്കാൻ വന്നതാണ്. 2-3 മാസത്തേക്ക് തിരക്കായിരിക്കും എന്നും എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നും പറഞ്ഞു. അപ്പോൾ അഖിലേട്ടനുണ്ടാവില്ലേ? അറിയില്ല, ഒന്നും പറഞ്ഞു കേട്ടില്ല. ഇന്ദ്രേട്ടൻ്റെ തിരക്ക് കാരണം ഇപ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും കിട്ടുന്നില്ലായിരുന്നു. നേരത്തെ ഇടയ്ക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ ഒട്ടും തന്നെ കിട്ടുന്നില്ല, അവർ പരസ്പരം പറഞ്ഞു. ഇന്ദ്രൻ നേരെ അവൻ്റെയും പാർവതിയുടെയും സ്വപ്നക്കൂട്ടിലേക്കാണ് പോയത്. അവൻ ചെന്ന് ഡോർ തുറന്നതും നല്ല കർപ്പൂരത്തിൻ്റെയും സാമ്പ്രാണിയുടെയും ചന്ദനത്തിരിയുടെയും എല്ലാം സമ്മിശ്രമായ ഗന്ധം അവിടെ ഉണ്ടായിരുന്നു. അവൻ അകത്തേക്ക് കടന്നു നോക്കുമ്പോൾ കണ്ടു പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പാറു വന്ന് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോയതെന്ന് അവന് മനസ്സിലായി. അവൻ നേരെ ബെഡ്റൂമിലേക്ക് ചെന്നു. അവിടെ അപ്പോഴും അവളുടെ മണം തങ്ങി നിൽക്കുന്നത് അവന് മനസ്സിലായി. അവൻ നേരെ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി. അവൻ ഫ്രഷായി ഒരു ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും ബ്ലൂ ടീഷർട്ടും ഇട്ടുകൊണ്ട് പുറത്തേക്ക് വന്നു. കിച്ചണിൽ വന്ന് ഫ്ലാസ്കിൽ നിന്നും കോഫി എടുത്ത് ആ കോഫിയുമായി അവൻ ബാൽക്കണിയിലേക്ക് പോയി. കോഫി കുടിച്ച് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയതും പാർവതിയാണെന്ന് അവന് മനസ്സിലായി. കോഫി കുടിക്കുന്നേയുള്ളോ? പാർവതി ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ കോഫി ഗ്ലാസ് അവിടെയുള്ള ടേബിളിൽ വെച്ച് അവളുടെ നേരെ കൈനീട്ടി. അവൾ ആ കയ്യിൽ പിടിച്ചതും അവളെ അവൻ അവൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി. അവൾ അമ്പലത്തിൽ നിന്നും വന്നിട്ട് ആ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എൻ്റെ പാറുവിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ആണോ? ഇന്ദ്രേട്ടന് ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സെല്ലാം ഇട്ട് കണ്ടിരിക്കുന്നത് മുത്തശ്ശിയെയാണ്, അമ്മയുടെ അമ്മ. നാട്ടിൽ കേരളത്തിൽ വന്നപ്പോഴെല്ലാം മുത്തശ്ശി മിക്കപ്പോഴും ഇതുപോലുള്ള ഡ്രസ്സാണ് എടുക്കാറ്. പക്ഷേ ഇന്ന് പാറു എടുത്തപ്പോൾ അതിനേക്കാൾ ഭംഗി ഇരട്ടിയുണ്ട് കേട്ടോ. ഇന്ദ്രൻ്റെ മടിയിലിരിക്കുന്ന പാർവതിയുടെ വയറിലൂടെ അവൻ്റെ കൈകൾ ചലിച്ചു. പാർവതി അവനെ നോക്കി. അവളുടെ വയറിൻ്റെ തണുപ്പ് അവൻ്റെ കൈകളിൽ വ്യക്തമായി അറിഞ്ഞു. വയറിൽ തലോടുന്നതിനോടൊപ്പം തന്നെ ഇന്ദ്രൻ അവളുടെ മാറിലേക്ക് അവൻ്റെ മുഖം ചായ്ച്ചു. പാർവതി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഇന്ദ്രൻ അവളുടെ മാറിനെ മറച്ചിരുന്ന അവളുടെ സെറ്റുമുണ്ടിൻ്റെ ഭാഗം അവൻ്റെ പല്ലുകളാൽ കടിച്ച് താഴേക്ക് മാറ്റിക്കൊണ്ട് അവളുടെ നഗ്നമായ മാറിടിക്കിലേക്ക് അവൻ്റെ മുഖം ചേർത്ത് വെച്ചു. അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. പാർവതി ഒരു കിതപ്പോടെ അവളുടെ ശ്വാസം ആഞ്ഞു വലിച്ചു. അവളുടെ ശ്വാസഗതിക്കനുസരിച്ച് അവളുടെ മാറിടങ്ങൾ ഉയർന്നു പൊങ്ങി. ഇന്ദ്രൻ അവളുടെ മാറനോട് അവൻ്റെ മുഖം അമർത്തി വെച്ചു. അവൻ്റെ നാവുകളും ചുണ്ടുകളും അവളുടെ മാറിടിക്കിനെ നുണഞ്ഞുകൊണ്ടിരുന്നു. ഇന്ദ്രേട്ടാ, എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണം. അവരെന്നെ അന്വേഷിക്കും. എന്നെ കാണാതെ വന്നാൽ
പാർവതി ശ്വാസമെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവനോട് പറഞ്ഞു. അപ്പോഴും അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ മാറിനെ തഴുകിക്കൊണ്ടിരുന്നു. പാർവതി ഇനിയും നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി അവൾ അവൻ്റെ മുടിയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴും അവളുടെ സെറ്റുമുണ്ടിൻ്റെ മേൽഭാഗം അവൻ അഴിച്ച് അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. ഇന്ദ്രൻ പാർവതിയെ അടിമുടി നോക്കി. ഒരു ബ്ലൗസും പൊക്കൽ ചുഴിക്ക് താഴെയായി ഉടുത്തിരിക്കുന്ന മുണ്ടും പൊക്കൽ ചുഴിക്ക് മുകളിലായി കിടക്കുന്ന പൊന്നരഞ്ഞാണവും ബ്ലൗസുകൾക്ക് മുകളിൽ കൂടി അവൻ കെട്ടിയ മംഗല്യസൂത്രയും മാത്രമിട്ട് നിൽക്കുന്ന പാർവതിയെ കണ്ട് അവൻ സോഫയിൽ നിന്നും എഴുന്നേറ്റു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നതനുസരിച്ച് പാർവതി പിന്നിലേക്ക് നടന്നുകൊണ്ടിരുന്നു. സെറ്റുമുണ്ടിൻ്റെ മുകൾ ഭാഗം അവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. പാർവതി നടന്ന് പിന്നിലെ ഭിത്തിയിലായി പോയി ചാരി നിന്നു. ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തൊട്ടടുത്ത് ചെന്ന് നിന്നു. അവളുടെ ശ്വാസഗതി അവൻ്റെ നെഞ്ചിൽ പതിയുന്നുണ്ടായിരുന്നു. അവൻ്റെ ശ്വാസഗതിയും അവളുടെ മുഖത്തും പതിഞ്ഞു. അത്രയും അടുത്ത് അവൻ ചേർന്ന് നിന്നു. അവൻ്റെ നെഞ്ച് അവളുടെ മാറിൽ അമർന്നു. ഇന്ദ്രൻ പാർവതിയുടെ 2 കൈയിലും അവൻ്റെ കൈകൾ കൊണ്ട് കോർത്തു പിടിച്ചു. അത് ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ചു. പാർവതിയുടെ കണ്ണുകൾ വല്ലാതെ പിടഞ്ഞു. ചുണ്ടുകൾ ചെറുതായി വിറകൊണ്ടു. ഇന്ദ്രേട്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം. അവരൊക്കെ എന്നെ അന്വേഷിച്ചു വന്നാൽ. അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ കടിച്ചു വലിച്ചു. ഒന്ന് പിടയാൻ പോലും അനുവദിക്കാതെ അവൻ അവളെ പൂർണ്ണമായും ശരീരം കൊണ്ടും കൈകൾ കൊണ്ടും ലോക്ക് ചെയ്തു. അവൻ്റെ ശരീരം മുഴുവനും അവളിലേക്ക് അമർന്നിരുന്നു. പതിയെ തുടങ്ങിയ ചുംബനം അത് വന്യതയിലേക്ക് പോകുന്നത് അവൾ അറിഞ്ഞു. പാർവതി കണ്ണുകൾ മുറുകിയടച്ചു. ദീർഘചുംബനത്തിന് ഒടുവിൽ പാർവതിയെ ഇന്ദ്രൻ വിട്ടു. അവളിൽ നിന്നും ചുണ്ടുകൾ അടർന്നു മാറിയതും പാർവതി പതിയെ കണ്ണു തുറന്നു. അപ്പോഴും അവളുടെ നെഞ്ചിൽ തന്നെ മുട്ടി നിൽക്കുകയാണ് ഇന്ദ്രൻ. പോയിട്ട് പെട്ടെന്ന് വരുമോ? ഇന്ദ്രൻ അവളോട് ചോദിച്ചു. വരാം. പാറു വന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കൂ. നമുക്ക് ഒരുമിച്ച് കഴിക്കാട്ടോ. അവൾ അതിന് തലയണക്കി. എനിക്ക് ഇവിടെ നിന്നും മാറാൻ തോന്നുന്നില്ല പാറു. അതും പറഞ്ഞ് അവൻ വീണ്ടും അവളിലേക്ക് ഒന്നുകൂടി അമർന്നു. അവൾക്ക് ശ്വാസം മുട്ടുന്നതായി തോന്നി. അത് മനസ്സിലായതും ഇന്ദ്രൻ പതിയെ അവളിൽ നിന്നും അടർന്നു മാറി. വേഗം വരണോട്ടോ, ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തു നിന്ന് മാറാൻ നോക്കിയതും വീണ്ടും അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവനിലേക്ക് അടുപ്പിച്ചു. സമയം കഴിയും തോറും എൻ്റെ വിശപ്പ് കൂടുകയാണ്. അത് എൻ്റെ പാറുവിന് നല്ലതിനാവില്ല. അതുകൊണ്ട് വേഗം വരണം. എൻ്റെ വിശപ്പ് കൂടുന്നതിന് മുമ്പ് വരണം. അതിന് അവൾ ചിരിയോടെ തലയാട്ടി. അവൻ എറിഞ്ഞിട്ട് അവളുടെ നേരിയതെടുത്തു കൊടുത്തു. അവൾ അതൊടുത്തു. ഇന്ദ്രൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പാർവതി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. വേഗം ചെന്ന് അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അവൾ ചുറ്റുമൊന്ന് നോക്കി. ആരെയും കാണാതായപ്പോൾ അവൾ ആ വാതിലിനോട് ചേർന്ന് നിന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഇപ്പോഴാണ് തനിക്ക് ശ്വസിക്കാൻ പറ്റുന്നത് എന്ന് പോലും അവൾക്ക് തോന്നി. അവൻ തൻ്റെ അടുത്ത് വരുമ്പോൾ തൻ്റെ ശരീരവും മനസ്സും എല്ലാം തളർന്നു പോകുന്നു. അവൾ അവിടെ നിന്ന് നേരെ ബാൽക്കണിയിലേക്ക് പോയി. വിയർത്തൊളിച്ചിരിക്കുന്ന ശരീരം തണുത്ത കാറ്റടിച്ചപ്പോൾ അവളുടെ ശരീരത്തിൻ്റെ വിയർപ്പ് തുള്ളികളെല്ലാം അതിൽ അലിഞ്ഞില്ലാതാവുന്നുണ്ട്. പാറു, നിനക്ക് ഇന്ദ്രേട്ടൻ്റെ അടുത്തേക്ക് പോകണ്ടേ? അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ജെൻസി ചോദിച്ചു. പോണം, ഞാനിപ്പോൾ പോയി വന്നതേയുള്ളൂ. ആള് കോഫി കുടിക്കുകയാണ്, പാർവതി പറഞ്ഞു. പെട്ടെന്ന് ജെൻസി പാർവതിയെ തിരിച്ചു നിർത്തി. അതിൻ്റെ കാണാനുമുണ്ട് നിന്റെ മുഖത്ത്. ജെൻസി പാർവതിയുടെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. പാർവതി ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി. അതെ, ചുണ്ട് തുടച്ചിട്ട് വാ, നമുക്ക് നേരത്തെ ഡിന്നർ കഴിക്കാം. എന്നാൽ അവരെല്ലാവരും നേരത്തെ കിടന്നോളും. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല.
എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക ഇന്ദ്രേട്ടൻ അവിടെ ഡിന്നർ കഴിക്കാൻ. എന്തെങ്കിലും കുറച്ചൊന്ന് കഴിക്കുക, ബാക്കി അവിടെ ചെന്ന് കഴിച്ചാൽ മതി. നിനക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാ ഇന്ദ്രേട്ടൻ എന്നെ തീറ്റിച്ച് കൊല്ലും അവിടെ ചെല്ലുമ്പോൾ. ഇപ്പോൾ തന്നെ ഒരു ഷെൽഫ് നിറച്ച് എനിക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഡെയിലി രാവിലെ കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രാത്രി കൂടി എന്നെ അങ്ങേര് ഫുഡ് കഴിപ്പിച്ച് കൊല്ലും. ഇവിടെ നിന്നും അവിടെ നിന്നും കൂടിയാകുമ്പോൾ പൂർത്തിയായി. എടി, ഇവിടെ നിന്ന് ഡയറ്റിംഗ് ആണെന്ന് പറഞ്ഞ് കുറച്ച് പാലോ എന്തെങ്കിലും വെജിറ്റബിൾ സാലഡോ മാത്രം കഴിക്കുക. ബാക്കി നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി അവിടെ ചെന്ന് കഴിച്ചാൽ മതി. എന്തായാലും നോക്കട്ടെ, വാ എന്ന് പറഞ്ഞ് പാർവതിയെയും വിളിച്ചുകൊണ്ട് ജെൻസി പോയി. ഫുഡെല്ലാം എടുത്ത് ടേബിളിലേക്ക് വയ്ക്കുമ്പോൾ എല്ലാവരും വന്നു. നീ എന്താ ഈ ഡ്രസ്സ് മാറാത്തത്? നീതു ചോദിച്ചു. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആകുമല്ലോ, അപ്പോൾ മാറാമെന്ന് വിചാരിച്ചു. ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. വാതിൽ തുറന്നപ്പോൾ കാശിനാഥനായിരുന്നു. കറക്റ്റ് സമയത്താണല്ലോ, വാ ഭക്ഷണം കഴിക്കാം, ഞങ്ങൾ ഭക്ഷണം വിളമ്പുകയായിരുന്നു. കാശി ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഞാനൊന്ന് വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് തിരിഞ്ഞ കാശി കാണുന്നത് റൂമിൽ നിന്നും ഫോണിൽ സംസാരിച്ചു കൊണ്ടുവരുന്ന പാർവതിയാണ്. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് പുറത്തേക്ക് വരുമ്പോഴാണ് പാർവതിയും കാശിയെ കാണുന്നത്. പാർവതിയെ കണ്ട കാശി അവളെ അടിമുടി നോക്കി. ഒരു പുളിയിലക്കാരം മുണ്ടും നേരിയതുമാണ്. അവളെ കാണാൻ നല്ല ഭംഗി തോന്നിച്ചു. പാറു അമ്പലത്തിൽ പോയിരുന്നോ? കാശി ചോദിച്ചു. ആ കാശിയേട്ടാ, ഇവിടെ താഴെയുള്ള അമ്പലത്തിൽ. കാശിയേട്ടൻ ഫ്രഷായിട്ട് വാ, എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് പാർവതി അവനെയും മറികടന്ന് പോയി. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ ഈ സലാഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞ് പാർവതി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ടുള്ള സലാഡ് എടുത്തു. എന്തു പറ്റി പാറു? നീ ഇനിയും ഡയറ്റിങ് നോക്കണ്ട, അല്ലെങ്കിൽ തന്നെ നീ നന്നായി മെലിഞ്ഞിരിക്കുക. ഇനി ഡയറ്റിങ്ങും കൂടി നോക്കിയാൽ നീ ഒടിഞ്ഞു നുറങ്ങി പോകും പെണ്ണേ. അത് കുറച്ച് വയറ് കൂടുതലുണ്ടോ എന്നൊരു സംശയം, അതുകൊണ്ട് രാത്രി ഫുഡ് ഇതാക്കാമെന്ന് വിചാരിച്ചു. നിനക്ക് എന്താണ് ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ നീ കഴിച്ചോ പാറു, അരുൺ പറഞ്ഞു. അപ്പോഴേക്കും കാശിയും അങ്ങോട്ട് വന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും കാശിയുടെ കണ്ണുകൾ പാർവതിയിലായിരുന്നു. പാർവതിയോട് എത്രയും പെട്ടെന്ന് സംസാരിക്കണമെന്ന് അവൻ മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ചുറ്റും എപ്പോഴും അവളുടെ കൂടെ ആരെങ്കിലും ഒക്കെ കാണും. അതുകൊണ്ട് അവന് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നാളെ അവൻ നാട്ടിലേക്ക് പോകാനിരിക്കുകയാണ്. നാളെ എന്തായാലും രാവിലെ തന്നെ അവളോട് സംസാരിക്കാമെന്ന് കാശിനാഥൻ തീരുമാനിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോഴും പാർവതി ഇടയ്ക്കിടെ ഫോണിലേക്ക് സമയം നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ അരുണും ജെൻസിയും എല്ലാവരോടും കിടക്കാൻ എന്ന് പറഞ്ഞു പോയി. പാർവതിയും കൂട്ടി ജെൻസി അവരുടെ റൂമിലേക്ക് പോയി. അവരുടെ പുറകെ തന്നെ നീതുവും ചെന്നു. കുറച്ചു നേരം പാർവതി ഫോണിൽ നോക്കി ഇരുന്നതിന് ശേഷം നീതുവിനെ നോക്കി. അവൾ അപ്പോഴേക്കും കിടന്നുറങ്ങിയിരുന്നു. ബെഡ് കണ്ടാൽ നീതു അപ്പോൾ തന്നെ ഉറങ്ങും. നീതുവിൻ്റെ ചെറിയ രീതിയിലുള്ള കുറുക്കം വലി കേട്ട് പാർവതിയും ജെൻസിയും ഹാളിലേക്ക് വന്നു. അവളെ അപ്പാർട്ട്മെൻറ്റിന് പുറത്താക്കി കൊടുത്തുകൊണ്ട് ജെൻസി വാതിലടച്ച് അകത്തേക്ക് കയറി. പഴയതുപോലെ നീതുവിൻ്റെ അടുത്ത് വന്ന് കയറി കിടന്നു. ഇതേ സമയം പാർവതി നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. ഇന്ദ്രൻ കൗച്ചിൽ ഇരുന്നു കൊണ്ട് ലാപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാർവതിയെ കണ്ട അവൻ ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവിടെ നിന്നും എഴുന്നേറ്റു. ഒരുപാട് സമയമായല്ലേ, വാ ഭക്ഷണം കഴിക്കാം. പാർവതി ഇന്ദ്രനെ വിളിച്ചു കൊണ്ടുപോയി. പാർവതി 2 പാത്രങ്ങളിലായി വിളമ്പാൻ പോയതും ഇന്ദ്രൻ സമ്മതിച്ചില്ല. പാറു, ഇവിടെ 2 പാത്രം വേണ്ടാട്ടോ, നമുക്കേ ഒരു പാത്രത്തിൽ കഴിച്ചാൽ മതി, അവൻ പറഞ്ഞു. പാർവതിയുടെ മുന്നിലുണ്ടായിരുന്ന പാത്രമെടുത്ത് ഇന്ദ്രൻ മാറ്റി. പാർവതി ഒരു പ്ലേറ്റിലേക്ക് തന്നെ 2 പേർക്കും ഉള്ള ഭക്ഷണം വിളമ്പി. അതുപോലെ തന്നെ 2 പേരും പരസ്പരം വാരിക്കൊടുത്ത് ആ ഭക്ഷണം മുഴുവനും കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം പാർവതി കിച്ചണെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാർവതി പറഞ്ഞത്, ഇന്ന് ഇന്ദ്രേട്ടൻ്റെ അമ്മ കേരള ഫുഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അഖിലേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് അഖിലേട്ടനുള്ള ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് അവന് വേണ്ടിയാണ് അമ്മ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ്, അതാണ് അവൻ വേണ്ട എന്ന് പറഞ്ഞത്. കിച്ചണെല്ലാം ഒതുക്കി പാർവതി രാവിലെ
ഇന്ദ്രനും മറ്റും കഴിക്കാനുള്ള ദോശയ്ക്കുള്ള മാവെല്ലാം റെഡിയാക്കി വെച്ചു. അവൾ ചെയ്യുന്നതെല്ലാം നോക്കി അവളോട് സംസാരിച്ചുകൊണ്ട് ഇന്ദ്രനും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.